സമയം 3:45. ഞങ്ങളിപ്പോൾ കൂലിം എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. ഗുഡ് മോർണിംഗ്. ഗായ്സ്, നമ്മൾ അങ്ങനെ നീണ്ട ഒരു യാത്രയ്ക്ക് ശേഷം നമ്മൾ മഡ്ഗോൺ എത്തി. മഡ്ഗോൺ ഇനി നമുക്ക് ഒരാളെ കണ്ടുപിടിക്കാനുണ്ട്, ഒരു വിശിഷ്ട അതിഥി. ആ അതിഥി ഇതിനകത്ത് പറയണേ എവിടെയാണ്? ആ അതിഥിനെ കണ്ടുപിടിക്കണം. അതിഥി ദേവോ ബാബ. ഞാൻ ഇവിടെ ക്യാമറ പിടിച്ചിട്ടുണ്ട്. ആൽബി നമ്മുടെ വിശിഷ്ട അതിഥിനെ വിളിക്കുന്നുണ്ട്. ആൽബി, അതിഥി എവിടെയാണ്? ഇരുട്ടുള്ള ഭാഗമോ? കിട്ടി. സെലിബ്രിറ്റി 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 എന്താണ് ഇതാണ്ട് ബഹുമാനം വരെ ഉണ്ടോ അവന്? ഇത്ര ബഹുമാനം വേണ്ടാളിയാ. നമ്മളെത്തിട്ടോ. ഞങ്ങളിത് കണ്ടില്ലേ, കണ്ണൊക്കെ കണ്ടില്ലേ? നന്നായിട്ട് ഉറങ്ങിയിട്ട് അതിന്റെ ഒരു കണ്ടില്ല കാഴ്ചയാണ് കാണുന്നത്. അത് കണ്ട് ചായ കുടിച്ചിട്ട് നമുക്ക് നേരെ എവിടെ? കണകുണയോ? കണകുണയിലേക്ക് പോകണം. അല്ല, കണകുണ കറുമുറയിലേക്ക് പോകണം. എവിടെ ടീംസ് എവിടെ? ആൽബി പോകുന്നത്? അതെ. അജു, നിന്റെ ഷൂ കിട്ടി. ഇതെന്തായിരുന്നു സ്റ്റേഷൻ്റെ പേര്? മഡ്ഗോൺ സ്റ്റേഷനിലെത്തി. ഇവിടെ അവരുടെ എക്സിക്യൂട്ടീവ് ലോഞ്ച് ഒക്കെ ഉണ്ട്. 50 രൂപ കൊടുത്താൽ അവിടെ കയറി നമുക്ക് കിടന്നുറങ്ങാം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് കണകുണയ്ക്ക് പോകണം. ആൽബി വരൂ. ടിക്കറ്റ് അപ്പം കണകുണയ്ക്കുള്ളത് അവിടെ ആയിരിക്കുന്നു. വാ. ചായ കുടിക്കാൻ നിർത്തി. ആൽബിയും പറ്റിയും ഇവിടെ നിന്ന് നോക്കുവാണ് ആര്. ആൽബി, ചായ എങ്ങനെയുണ്ട്? ചായ ഡേയ്, ചായ എങ്ങനെയുണ്ടെന്ന്? ഇതെങ്ങനെയുണ്ടെന്ന്? ഇത് മാട്ടവെള്ളം പോലെ ഉണ്ട്. ഒരു പഞ്ചസാരയില്ല, കടുപ്പില്ല. പാലാണെന്ന് വെച്ചാൽ പാല്, ചായയാണ് ചായ. കഷ്ടപ്പെട്ടാൻ കുടിക്കാല്ലേ. സൺറൈസ് ആവാറായി. നമ്മളെ എസ്തെറ്റിക്ക് പിടിച്ച് കുടിക്കണമല്ലോ. എന്നിട്ട് ഒന്നും നല്ലല്ല എന്ന് പറയരുത്. സൺറൈസ് ആവാറായി. ഇവിടെ നിന്ന് ഒരു 15 കിലോമീറ്റർ കൂടെ ഉണ്ട്. ഇപ്പോൾ പറ്റുകയാണെങ്കിൽ സൺറൈസ് പിടിക്കാം. ടാറ്റു ഹൗസ്. ടാറ്റു അടിച്ചാലോ? ടാറ്റു അടിക്കാം. ഞങ്ങളിപ്പോൾ ബീച്ചിലേക്ക് പോകുന്നു. ഇവിടെ നിനക്ക് എവിടെ അടിക്കണ്ടേ? അല്ല, കാണാത്ത സ്ഥലത്ത് അടിക്കണം, അല്ലെങ്കിൽ വീട്ടിൽ കേട്ടില്ല. ഞങ്ങളിപ്പോ ആരംഭോൾ ബീച്ചിലേക്ക് പോകുകയാണ്. കാരണം 11 മണിക്കാണ് ഞങ്ങൾക്ക് ചെക്ക് ഇൻ. അപ്പോൾ അതുവരെ ഇവിടെ എവിടെയെങ്കിലും ഇങ്ങനെ കറങ്ങി നടക്കണം. ബാക്കിൽ ആൾ വരുന്നുണ്ട്. ഇവിടെ തരുത് കുരിശ് പള്ളിക്ക് പള്ളിയാണ്. കട ഒന്നും തുറന്നിട്ടില്ല. എന്താ? നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഓണം വീഡിയോ കണ്ടു കാണും. അതിൻ്റെ അകത്ത് വായ തട്ടിക്കൊണ്ട് ഓടണ പോലെ ഇവിടുന്ന് ഒരു വണ്ടി അടിച്ചോണ്ട് ഇവൻ ഇവിടുന്ന് വള്ളി വാങ്ങി നമുക്ക് അടി തരാനുള്ളൊരു ഉദ്ദേശമാണ് ഇവന്റെ മെയിൻ പരിപാടി. വള്ളി പിടിക്കുക. അല്ല, സാറ് പിന്നെ പള്ളി പിടിച്ചിട്ടില്ലല്ലോ. ഞാൻ അങ്ങനെ വള്ളി പിടിക്കാറില്ല. ഞാൻ സ്ട്രേറ്റ് വള്ളി പിടിക്കാൻ നിൽക്കുന്ന ആളാണ്. അതെ അതെ. പോടാ. എനിക്ക് ഇവിടെ ഏതൊരു ചെങ്ങായി കൈ കണ്ടു. നാം ക്യാ ഇസ്കി? പാബ്ജി. പേര് പാബ്ജി. ആള് ഇത്തിരി ഭീകരനും ക്യൂട്ടുമാണ്. മറ്റേ പാപ്പം തിന്നാൻ കൈകൂട്ട് സെറ്റപ്പായിരുന്നു. ഗൈസ്, ഇവിടെ പാറ്റിയുണ്ട്. ഇവിടെ ഒരു ഷാക്കുണ്ട്. ഷാക്കൊന്നും തുറന്നിട്ടില്ല, കാരണം രാവിലെ ആയിട്ടുള്ളൂ. പിന്നെ രാവിലെ നടക്കാൻ വന്നിരിക്കുന്ന
മദാമൻസ്. ഒരു പട്ടി ഇവിടെ നോക്കിയിരിക്കുന്നുണ്ട്. വേറൊരു പട്ടി ഫോട്ടോ എടുക്കുന്നുണ്ട്. കൊള്ളാം, നൈസ് പ്ലേസ്. അവിടെ ഒരു മലയുണ്ട്, അവിടെ കുറെ ഷാക്സ് ഉണ്ട്. കൊള്ളാട്ടോ ഗൈസ്. എടാ ആ ഫ്രെയിം കിടിലം ഫ്രെയിം. പ്ലേസ് ഉണ്ടോ നോക്കി? ആ ഒരു ഇത് കണ്ടോ പ്ലേസ്? ഇത് കൊള്ളാം. ആ ഒരു ഇതുണ്ടോ? ക്യാമറ കൊണ്ടുവരാൻ, നിന്റെ ക്യാമറ നീ പുഴുങ്ങാൻ വെച്ചേക്കാണോ? ക്യാമറ ഉണ്ടെങ്കിൽ അതൊക്കെ കിടിലം പിക്ചർ എടുക്കായിരുന്നു. Guys, beautiful sunrise at the beach. Albi, Qasim. Guys, Samim Devil aided and we got a beautiful sunrise. ഒരു അഡ്വർടൈസ്മെന്റ് പോകുന്നുണ്ട്. എടാ നീ ഇങ്ങനെ നിൽക്കുന്നത്? തലയ്ക്ക് ഓളായെന്ന് തോന്നുന്നുണ്ട്. ആൽവിക്ക് എന്തോ പച്ചീതേ പോകേണ്ടത്, ഏതോ കക്ക വറുക്കാൻ പോണ്. അല്ലേ കാക്ക? ആ ചാടിക്കോ? അമ്പടാ കില്ലാടി തന്നെ. ഇവിടെ പണ്ടോട്ടുള്ളത് നമുക്കൊരു ഇതാണ്. കടലമ്മ കള്ളീന്ന് എഴുതി കഴിഞ്ഞാൽ തിരമാല വന്നിട്ട് മാച്ച് കളയും എന്നുള്ളൊരു മിത്തുണ്ട്. കടലല്ല, കടലമ്മ, കടലുപ്പേരി ഇതൊക്കെ എഴുതിട്ട് ഒരാളിവിടെ. കടല് ഇവൾക്ക് എഴുതാനറിയില്ല. നിനക്ക് ഏതറിയോ? ഇംഗ്ലീഷ് കടലമ്മ കള്ളി എങ്ങനെ എഴുതും? അതെന്താ? നമുക്ക് ഈ മിത്ത് ഉള്ളതാണോ അല്ലേന്ന് ഇപ്പൊ അറിയാം. ഇല്ലല്ലോ, അതെ വരുന്നുണ്ട്. അടുത്ത തെരുമലയിൽ ഇത് മാച്ച് കളയും. എന്ത് ഇതൊക്കെ? കടലമ്മ കള്ളി ബീച്ച് മദർ ലയർ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. കടലമ്മക്ക് പൂക്കടപ്പാ. ആള് കക്ക പറക്കി എടുക്കണ്ടേ? കക്ക കളക്ഷൻ കാണിക്ക്. പടികളെ കിട്ടി നമ്മുടെ കോൺ ഐസ്ക്രീം പോലത്തെ സാധനം. ഇതെന്താ? മറ്റേ ഞണ്ടില്ലേ, കുഞ്ഞു ഞണ്ട്. ഞണ്ടുണ്ടോ അത്? ഇല്ല, അതിൽ ആരുമില്ല. വിളിച്ചു ചോദിക്കുന്നു. ഞങ്ങളിപ്പോൾ ബീച്ചില് ഇങ്ങനെ തേരാപ്പാരായിട്ട് നടക്കുക. അതെ, നല്ല ബീച്ചാട്ടോ. ഞങ്ങളിനി ഇവിടേക്ക് പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഞങ്ങൾ ഈ വഴി പോവാന്ന് വെച്ചേക്കുക. അവിടെ കുറേ ഈ ഷാക്കും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കുറേ ഷാക്സ്. ഇവിടെ ഒരു ഷാക്ക് ഉണ്ട് കണ്ടോ, നല്ല കിഡിലോസ്കി സ്പോട്ട്. വി ലവ് എന്തോ എഴുതിയുണ്ട് അവിടെ. ആരംഭോൾ. വി ലവ് ആരംഭോൾ. ഇവനല്ല കേട്ടോ, സോറി. നമുക്ക് അതുവഴി ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ഗൈസ്. ഇവിടെ ഉള്ളൊരു പ്ലേസ് ആണിത്. ഇവിടെ ഇതിന് എന്താ സ്വീറ്റ് ലേക്ക് എന്ന് എന്താണ് പറയാന്. നൈസാണ് കേട്ടോ, കൊള്ളാം. അപ്പോൾ റൂമ് ഞങ്ങൾക്ക് ചെക്ക് ഇൻ 11 മണിക്കാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വിശന്ന് അണ്ടം കത്തിക്കൊണ്ട് ഞങ്ങൾ ഡ്രസ്സ് മാറിയിട്ട് വന്നു. അപ്പോൾ ഫുഡ് കഴിക്കാൻ ഇതിൽ ഈ പേരില്ലാന്ന് തോന്നുന്നു ഇവർക്ക്. പേര് ഹിൽട്ടോ. ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നേക്കാണ്. അതിനകത്ത് ഞങ്ങളൊരു സ്റ്റാർട്ടറായിട്ട് ഫ്രഞ്ച് ഫ്രൈസ് പറഞ്ഞു. അത് തിന്ന് നിർത്തും ആക്ച്വലി. എന്നിട്ട് മെയിൻ കോഴ്സ് വരും. അത് കാണിക്കാം. പക്ഷേ നല്ല പ്ലേസാണ്. അവിടെ ബീച്ച്. ഫുഡ് വന്ന്
फिलहाल एक आया हुआ है, वो चालू कीजिए। എന്താ പറഞ്ഞേ? ഇത് നമ്മൾ 3 പറഞ്ഞത്. ആ ഒരെണ്ണാണത്. ഒരു സെറ്റാണ് ഇതൊരു സെറ്റാണ്. ബാക്കി 2 വരുന്നത് പറഞ്ഞു. ഇത് ബട്ടർ നാനും എന്താ ചിക്കൻ മസാല. ചിക്കൻ മസാലയാണ് പറഞ്ഞേക്കുന്നത്. ഞങ്ങളിപ്പോൾ ഈ ഒരു നൈസ് വ്യൂവും നൈസ് ഫുഡും കഴിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങളുടെ സ്റ്റേയിലേക്ക് പോവാണ്. ചെക്കിൻ ടൈം 11 11 ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. 11 ആയിട്ട് അങ്ങനെ പോകണം. ഒന്ന് കിടന്ന് ഉറങ്ങണം. നല്ല ക്ഷീണമുണ്ട്, ഉറങ്ങിയിട്ടില്ലല്ലോ യാത്ര കൊണ്ട്. അപ്പോൾ ചെല്ലുന്നു. റൂമിൻ്റെ വീഡിയോ കാണിക്കാം. നിങ്ങൾ ഉറക്കം വന്നിട്ട് ഗ്ലാസ് വെച്ചിട്ടിരിക്കുക. ആരും കാണാതിരിക്കാൻ വേണ്ടി. അതെ, ഉറക്കം വരുന്ന ആരും കാണാണ്ടിരിക്കാൻ വേണ്ടി ഗ്ലാസ് വെച്ചേക്കുന്നത്. ബാക്കിൽ ഒരാൾ ഉറക്കം ഒന്നെങ്കിൽ വരുന്നുണ്ട്. ഇവിടെ പിന്നെ കുറേ ഷോപ്സ് ഉണ്ട്, കണ്ടില്ലേ? ഗോവൻ ടൈപ്പ് ടീഷർട്ട്സ്, ഷർട്ട്സ്, അത് ഇത് മറ്റേത് മറിച്ചത്. ഇവിടെ കുറേ ടാറ്റു സെൻ്റർ ഉണ്ട്. ആൽബം മിക്കതൊരു ടാറ്റു അടിക്കും. സോ ഹോസ്റ്റൽ ഇതാണ്, മിത്ര ഹോസ്റ്റൽ അഥവാ മിത്ര വില്ല. അപ്പുറത്തുണ്ട്. ഇതാണ് ഹോസ്റ്റൽ. സംഭവം ഭയങ്കര സെറ്റപ്പാട്ടോ. മറ്റേ ഹിപ്പി വൈബൊക്കെ ഉണ്ട്. ഹിപ്പി കമോൺ. ഇതാണ് സ്റ്റേ. ഞങ്ങളുടെ 3 ദിവസത്തെ സ്റ്റേ ഇതാണ്. നൈസൊരു പ്ലേസ്. ഗൈസ്, ഞങ്ങളിപ്പോൾ കറക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഇവിടെ വന്നു. ഞങ്ങൾക്ക് മേലാണ് ബെർത്ത് കിട്ടിയത്. ബെർത്ത് എന്ന് പറഞ്ഞിട്ട് ഡോർമെൻ്ററി സെറ്റപ്പാണ്. അപ്പോൾ ഇന്നൊന്ന് കിടന്നുറങ്ങണം. ഇന്നലത്തെ ക്ഷീണം നല്ല രീതിയിലുണ്ട്. മേലെ നിന്നുള്ള വ്യൂ, അവിടെ കുറേ പേര് കിടന്നുറങ്ങുന്നുണ്ട്. നൈറ്റ് ഇത് സെറ്റപ്പായിരിക്കും കാണാൻ. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ സ്പേസ്. ആൽബി ഓൾറെഡി ഉറങ്ങി. ഇതാണ് കേട്ടോ, അങ്ങനത്തെ സെറ്റപ്പാണ്. നല്ലതാണ്. ഇവിടെ എൻ്റെ ആൽബിക്ക് ഇത് എവിടെയാണ് കിട്ടിയേക്കുന്നത്. ഓൻ തൂങ്ങിച്ചത് കണ്ണടിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് കിടന്നുറങ്ങിയിട്ട് രാത്രി ഒന്നും കൂടിയും വേറെ കുറേ സ്ഥലങ്ങളുണ്ട്. ഇവിടെ ഇതൊരു പബ്ബ് പോലെ സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് പോവും. പബ്ബല്ല, ഒരു പാർട്ടി സ്പോട്ട്. അപ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് പോകും. അവിടെ ഇങ്ങനെ പരിപാടികൾ നോക്കണം. ഇവിടെ പിന്നെ ഫ്രീ പാർട്ടി കിട്ടുന്ന സ്പോട്ട്സൊക്കെ ഉണ്ട്. അങ്ങോട്ട് പോയി കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഇനി നൈറ്റ് കാണാം. 1 hour later. ഉറക്കുന്നേനിച്ചു ഇവിടെ ഇപ്പോൾ ഫുൾ മൂഡ് ആയിട്ടുണ്ട്. ലൈറ്റൊക്കെ ഇട്ടുണ്ട്, കളർഫുൾ ലൈറ്റൊക്കെ ഉണ്ട്. നൈറ്റ് ആകുമ്പോൾ കുറച്ച് സെറ്റപ്പോ. ഇവിടെ സ്റ്റോൺ പേപ്പേഴ്സ് കളിക്കുന്നു. തോറ്റ വിഷമത്തിൽ ആ കൊച്ച് എന്തോ ചെയ്യുന്നു. അമ്മേ ഡേഞ്ചർ. ചേച്ചി നീ തോറ്റ്. ഞങ്ങളിവിടെ ഒരു പൂച്ചേനെ കണ്ട് ഷവർമ കഴിക്കാൻ വന്നത്. ഒരു പൂച്ചേനെ കണ്ട് തീറ്റ കൊടുക്കണം മെയിൻ പരിപാടി. ഇല്ല, അത് കാണുന്നില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ ലൈവ് മ്യൂസിക് പരിപാടിയും കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കാനായിട്ട് ഇപ്പോൾ പോയിട്ടിരിക്കുകയാണ്. കുക്കിപാലം എന്നൊരു സ്പോട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ അത് ബേസാണ്. സോ കാണാം.
സോ ലൈവ് മ്യൂസിക് നടക്കുന്നില്ല. ഓൾസോ എലക്ഷനാണ് ഇവിടെ. പ്ലസ് എന്തോ ഗോവൻ ഫെസ്റ്റ് ആയ കാരണം പാർട്ടീസ് കാര്യങ്ങളും ഇല്ല. ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു ബീച്ചിൽ വന്നേക്കാണ്. സോറി, എൻ്റെ മോന്നിയില്ല. ഇതാണ് ബീച്ചിൽ ഒരു ആറന്മുള ബീച്ച് നൈറ്റ് ലൈഫ്. ഹക്കൂണ മാട്ടാട്ട ഉണ്ട് ഗൈസ്. അവിടെ ഒരു വിജൃംഭിച്ച ഒരു പ്രേതം നിൽക്കുന്ന പോലെ എന്തോ സാധനമുണ്ട്. ശരിക്കും അതെന്തോ കുരിശ് എന്തോ ആണ് അതവിടെ. ഇത്ര 10x ഇട്ടേക്കണേ അത്. നമ്മൾ രാവിലെ പോയ സ്പോട്ട് അവിടെയാണ്. നമ്മളിപ്പോൾ ഇവിടുത്തെ നൈറ്റ് ലൈഫ് ഒന്ന് കാണാനായിട്ട് ബീച്ചിൽ തേരാപ്പാര നടക്കുകയാണ്. നമ്മളിവിടെ ആദ്യത്തെ ദിവസം നമ്മളിപ്പോൾ ആരംഭോൾ നമ്മളെ കണ്ടു. നാളെ നമ്മൾ പോകാൻ പോകുന്നത് ഒരു മഡ് ബാത്ത് ഏരിയ, പിന്നെ ഹൈക്കിങ്, അങ്ങനത്തെ കുറച്ച് സ്പോട്ടുകളുണ്ട്. നാളെ അവിടെയാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ കണ്ടതൊക്കെയാണ് ആരംഭോൾ മിത്ര ഹോസ്റ്റൽ. ഇതൊക്കെയാണ് മെയിൻ പരിപാടികൾ ഇവിടെ. ഇവിടെ ഇപ്പോൾ ആൽബി ഉണ്ട്. ആൽബി എങ്ങനെയുണ്ടായ ദിവസം? നല്ല രസമായിരുന്നു. നാളെ പൊളിക്കല്ലേ? നാളെ മഡ് ബാത്ത് പോലെ എല്ലാം ഉണ്ട്. സെറ്റ്. ഫ്രഷ് ആയിട്ട് നാളെ മോർണിംഗ് കാണാം. അപ്പോൾ ബൈ ഗൈസ്. അതൊന്നും എനിക്കറിയില്ല. ഇവനുണ്ട് ഈ ചായ കുടിക്കണം, ഇവൻ ശരിയല്ല. അല്ലോ ഞാൻ